ഹായ് സ്റ്റുഡൻസ്, നിങ്ങളിൽ എത്ര പേർക്ക് 80% കൂടുതൽ മാർക്ക് പരീക്ഷയ്ക്ക് വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ ഞാനീ പറയുന്ന 5 സ്റ്റഡി ടിപ്സ് നിങ്ങളൊന്ന് കേൾക്കുക. അതിൽ ഒന്നാമത്തെ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്, നമ്മളൊരു സ്റ്റഡി ഷെഡ്യൂൾ അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ദിവസവും ഏത് സമയത്ത് ഏത് സബ്ജക്റ്റ് പഠിക്കണമെന്ന് നാം നേരത്തെ തീരുമാനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ ശ്രദ്ധയും അതുപോലെ തന്നെ ഫലപ്രാപ്തിയും ഉണ്ടാകും. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ചങ്കിങ് മെത്തേഡ്, അതായത് ചെറിയ ഭാഗങ്ങളാക്കി തിരിച്ച് നാം പഠിക്കുക. ഒരു വലിയ വിഷയം പല ഭാഗങ്ങളായി തിരിച്ച് നമ്മൾ പഠിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ഓർമ്മശക്തി കൂടും. മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നതാണ് ആക്റ്റീവ് റീകോൾ. അതായത് നാം വായിച്ച് പഠിച്ചതിന് ശേഷം ടെക്സ്റ്റ് ബുക്ക് അടച്ചു വെച്ചിട്ട് നമ്മളോട് തന്നെ സ്വയം ചോദ്യം ചോദിക്കുക. നമുക്ക് ആൻസർ പറയാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ നമ്മൾ ഒരാളെ പഠിപ്പിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഒരാളെ പഠിപ്പിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് മിററിൽ നോക്കിയോ അല്ലെങ്കിൽ നോട്ടീസ് ബോർഡിൽ എഴുതിയോ ഒക്കെ നമുക്ക് നോക്കാവുന്നതാണ്. അടുത്തതാണ് പൊമഡോറോ ടെക്നിക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതായത് ഒരു ടൈമർ വെച്ചതിന് ശേഷം 25 മിനിറ്റ് നമ്മൾ ഫുള്ളി കോൺസെൻട്രേഷനോട് കൂടി പഠിക്കുക. അതിനുശേഷം 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഇങ്ങനെ 4 പ്രാവശ്യം ആവർത്തിക്കുക. അതിനുശേഷം ഒരു 15 തൊട്ട് 30 മിനിറ്റ് വരെ നമുക്ക് ബ്രേക്ക് എടുക്കാം. ഇനി അഞ്ചാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, നമുക്ക് ശരിയായ ഉറക്കം, നല്ല ഭക്ഷണം, അതുപോലെ തന്നെ വ്യായാമവും ഉണ്ടായിരിക്കണം. ഉറക്കം നമ്മളൊരു 6 തൊട്ട് 8 മണിക്കൂർ വരെ നമ്മൾ ഉറങ്ങുന്നത് ഏറ്റവും നല്ലതാണ്. ഓർമ്മശക്തിയൊക്കെ കൂടും. ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് നമ്മൾ വെള്ളം കുടിക്കണം. ഒരു 2 ലിറ്റർ വെള്ളത്തോളമെങ്കിലും നമ്മൾ ഡെയിലി കുടിക്കണം. അതുപോലെ തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പ്രോട്ടീൻ ഇവയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ നന്നായിരിക്കും. അതിനുശേഷം ചെയ്യാനുള്ളതാണ് വ്യായാമം. വ്യായാമം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് ഊർജ്ജസ്വലതയോട് കൂടി പ്രവർത്തിക്കാനൊക്കെ നമുക്ക് ശക്തി നൽകുന്ന ഒന്നാണ് വ്യായാമം. ദിവസവും 15 മിനിറ്റ് നടക്കുകയോ അല്ലെങ്കിൽ 15 മിനിറ്റ് ഓടുകയോ, ചെറുതായിട്ട് ഓടുകയോ ഒക്കെ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ ബോഡിക്ക് വളരെ നല്ലതാണ്. നമ്മുടെ ബ്രെയിനിന് ഓർമ്മശക്തി കൂട്ടാൻ സാധിക്കും. അങ്ങനെ ഈ 5 പോയിൻറ്റ്സ് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് ലഭിക്കാൻ സാധിക്കും.